LDFിന്റെ നൂതന തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ നശിപ്പിക്കാൻ ശ്രമം. ട്രെയിൻ ബോഗികളിലുള്ള LDFിന്റെ പ്രചാരണങ്ങളാണ് നശിപ്പിച്ചത്. റെയിൽ മന്ത്രാലയത്തിന്റെ അനുമതിയോടെയാണ് പ്രചാരണം തുടങ്ങിയത്. പ്രചാരണ രംഗത്തെ LDF മുന്നേറ്റം തടയാനാണ് ശ്രമമെന്ന് ആരോപണം. വിശദാംശങ്ങൾ KG ദിനകർ നൽകും. ദിനകർ, കൂടുതൽ വിവരങ്ങൾ. പ്രജീഷ്, ഇന്ത്യയിൽ ആദ്യമായി LDF ആണ് ഇത്തരത്തിൽ ട്രെയിനിൽ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ ആരംഭിച്ചത്. എന്നാൽ 7 ട്രെയിനുകളിലാണ് ഇത്തരത്തിൽ പ്രചരണം ആരംഭിച്ചിട്ടുള്ളത്. അതാണ് ഇപ്പോൾ നശിപ്പിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഇതിൽ ഒരു ട്രെയിനിലെ പ്രചരണ ക്യാമ്പയിനാണ് നശിപ്പിച്ചത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്ന് പുലർച്ചെ ആണ് ഇത്തരം സംഭവം നടന്നത് എന്നാണ് നമ്മൾ കരുതുന്നത്. കാരണം തെരഞ്ഞെടുപ്പിന് ഏതാണ്ട് 2 ആഴ്ച മുൻപാണ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ LDF ട്രെയിൻ വഴി ആരംഭിച്ചത്. റെയിൽ മന്ത്രാലയത്തിൻ്റെ പൂർണ്ണ അനുമതിയോടുകൂടി ടെൻഡർ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയായിരുന്നു ഇത്തരത്തിൽ ട്രെയിൻ ക്യാമ്പയിൻ ആരംഭിച്ചത്. LDF വരും, എല്ലാം ശരിയാകും, അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ വികസന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഒക്കെ ഈ ട്രെയിൻ ക്യാമ്പയിനിൽ ഉൾപ്പെടുത്തിയിരുന്നു. ട്രെയിൻ ക്യാമ്പയിൻ LDF ഇത്തരത്തിൽ ആരംഭിക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് തന്നെ BJPയും കോൺഗ്രസും ഇതിനെതിരെ ശക്തമായ നീക്കം നടത്തിയിരുന്നു. ദില്ലി കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത് തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങളും ശക്തമായിരുന്നു. ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിൽ ട്രെയിൻ ക്യാമ്പയിൻ നശിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇത് വലിയ ഗുരുതരമായ ഇതിനെതിരെ ശക്തമായ ആക്ഷേപം ഉയർന്നു വന്നിരിക്കുകയുമാണ്. പ്രജീഷ്, KG ദിനകറാണ് വിശദാംശങ്ങൾ നൽകിയത്. തൃശ്ശൂർ പൂര വിശേഷങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. കണിമംഗലം ശാസ്താവിൻ്റെ എഴുന്നള്ളത്തോടെ പൂരക്കാഴ്ചകൾക്ക് തുടക്കമായിരിക്കുന്നു. പൂരം ഇപ്പോൾ അതിൻ്റെ ഉച്ചസ്ഥായിലേക്ക് പോകുന്നു. വിശദാംശങ്ങൾ പൂരനഗരിയിൽ നിന്നും CG ദിൽജിത്ത് നൽകും. ദിൽജിത്ത്, ആവേശം അതിൻ്റെ ഉച്ചസ്ഥായിലേക്ക് എത്തിക്കഴിഞ്ഞുവോ? ഏറ്റവും പുതിയ പൂരവിശേഷങ്ങൾ. തീർച്ചയായും പ്രജീഷ്, ഇപ്പോൾ പൂരത്തിൻ്റെ ഘടകക്ഷേത്രങ്ങളെല്ലാം തന്നെ വടക്കനാഥനെ വണങ്ങി പുറത്തേക്ക് പോയിരിക്കുന്നു. ഏറ്റവും ഒടുവിലായി ചൂരക്കോട്ട് ഭഗവതി പുറത്തേക്ക് പോയിരിക്കുന്നു. ഇപ്പോൾ പൂരത്തിൻ്റെ പ്രധാന ക്ഷേത്രങ്ങളായ തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങൾ പൂരപ്പുറപ്പാട് ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ തിരുവമ്പാടി വിഭാഗത്തിൻ്റെ മഠത്തിൽ വരവ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായുള്ള പഞ്ചവാദ്യം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ പഞ്ചവാദ്യത്തിന് ശേഷം ത്രിമൂലസ്ഥാനത്ത് എത്തിച്ചേർന്ന് അവിടെയും വാദ്യഘോഷങ്ങളോടുകൂടി തന്നെ എത്തുമ്പോൾ നിരവധി പൂരപ്രേമികളാണ് ഇവ വീക്ഷിക്കാനും ആവേശം കൊള്ളാനുമായി എത്തിച്ചേർന്നിരിക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉൾപ്പെടെ വിദേശികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പൂരം വീക്ഷിക്കുന്നതിനും മേളങ്ങൾ കാണുന്നതിനുമായി എത്തിയിട്ടുണ്ട്. ഏതായാലും അല്പസമയത്തിനകം തിരുവമ്പാടി വിഭാഗം മേളത്തോടുകൂടി തന്നെ അകത്തേക്ക് പ്രവേശിക്കുകയും തുടർന്ന് വലം വെച്ച് ക്ഷേത്രത്തിനുള്ളിൽ തുടരുകയും ചെയ്യും. തുടർന്ന് ഇപ്പോൾ പൂരപ്പുറപ്പാട് ആരംഭിച്ചിരിക്കുന്ന തിരുവമ്പാടി വിഭാഗം 15 ആനകളുടെ അകമ്പടിയോടുകൂടി തന്നെ 15 ആനകളുടെ അകമ്പടിയോടെ ചെമ്പട താളത്തിൽ കൊട്ടി തുടർന്ന് തിരുവമ്പാടിക്ക് പിന്നാലെ ക്ഷേത്ര പരിസരത്ത് എത്തിച്ചേർന്ന് അകത്ത് കയറി വടക്കനാഥനെ വണങ്ങിയ ശേഷം ക്ഷേത്രത്തിനുള്ളിലുള്ള ഇലഞ്ഞിത്തറയിലെത്തി ഇലഞ്ഞിത്തറ മേളത്തിന് തുടക്കമാവും. മേളപ്രമാണി പെരുവനം കുട്ടന്മാരുടെ നേതൃത്വത്തിൽ 200-ലധികം കലാകാരന്മാരാണ് ഇക്കുറി ഇലഞ്ഞിത്തറ മേളത്തിനായി തയ്യാറെടുത്തിരിക്കുന്നത്. 4 മണിക്കൂർ നീളുന്ന ഈ ഇലഞ്ഞിത്തറ മേളം ആസ്വദിക്കുന്നതിന് വേണ്ടി നിരവധി ആളുകൾ, ആയിരങ്ങളാണ് ഇപ്പോൾ ഈ വടക്കനാഥ സന്നിധിയിൽ തടിച്ചുകൂടിയിരിക്കുന്നത്. പൂരംപറപ്പിലും മറ്റുമായി തടിച്ചുകൂടിയിരിക്കുന്നത്. ഈ മേളത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പാണ്ടിമേളം ഒരു ക്ഷേത്രത്തിനുള്ളിൽ കൊട്ടുന്നു എന്നത് തന്നെയാണ്. തൃശ്ശൂർ പൂരത്തിന് മാത്രമാണ് പാണ്ടിമേളം ക്ഷേത്രസന്നിധിയിൽ കൊട്ടുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രത്യേക അന്തരീക്ഷത്തിൽ ഈ 4 മണിക്കൂർ നീളുന്ന ഇലഞ്ഞിത്തറ മേളം ആസ്വദിക്കുന്നതായി ആളുകൾ ഇപ്പോൾ കാത്തിരിക്കുകയാണ്. 2 മണിക്കൂർ കൂടിയാണ് ഇലഞ്ഞിത്തറ മേളത്തിന് തുടക്കമാവുന്നത്. അതിനുശേഷമാവും ചരിത്രപ്രസിദ്ധമായ തെക്കോട്ടിറക്കം. ഈ കാണുന്ന തെക്കേ ഗോപുര നടവഴിയാവും തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയും പൂരപ്പറമ്പിലേക്ക് എത്തുകയും ചെയ്യുന്നത്. തുടർന്ന് ഇരുഭാഗങ്ങളും നേരിൽ കാണുന്ന അഭിമുഖം നിൽക്കുന്ന കൂടിക്കാഴ്ച എന്ന ചടങ്ങ് നടക്കും. അതിനുശേഷമാണ് വർണ്ണാഭമായ കുടമാറ്റം നടക്കുന്നത്. കുടമാറ്റത്തിൽ ദേവസ്വങ്ങൾ മാസങ്ങളായി കാത്തു സൂക്ഷിക്കുന്ന വർണ്ണപ്രപഞ്ചം തീർക്കാനുള്ള കുടകൾ, ആ വർണ്ണക്കുടകളെല്ലാം തന്നെ പുറത്തെടുക്കുന്ന സമയമാണ്. സ്പെഷ്യൽ കുടകളാണ് ഇവയിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇരുവിഭാഗങ്ങളും അവരുടെ രഹസ്യ അറകളിൽ സൂക്ഷിച്ചിരിക്കുന്ന വർണ്ണക്കുടകൾ, രഹസ്യ കുടകൾ, സ്പെഷ്യൽ കുടകളെല്ലാം തന്നെ പുറത്തെടുക്കുന്നത് അവസാന നിമിഷമാകും. ആ കൗതുക കാഴ്ചകൾ കാണാനുള്ള കാത്തിരിപ്പിലാണ് പൂരപ്രേമികൾ. അതിനുശേഷം നാളെ പുലർച്ചയോടുകൂടിയാണ് എല്ലാവരും കാത്തിരിക്കുന്ന വെടിക്കെട്ട് നടക്കുക. ഇവയുടെ എല്ലാം തന്നെ ഈ പൂരക്കാഴ്ചകളെല്ലാം തന്നെ കാണാനുള്ള കാത്തിരിപ്പിലാണ് തൃശ്ശൂരിലെത്തിയ ആയിരങ്ങൾ. ദിൽജിത്ത്, എത്രത്തോളം പങ്കാളിത്തമുണ്ട്? കഴിഞ്ഞ വർഷമൊക്കെ ദിൽജിത്ത് ഈ പൂരം റിപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ആശങ്കകൾ പൂരത്തെ ബാധിച്ചിട്ടുണ്ടോ? അതൊന്നുമേ ഇല്ല? കൂടുതൽ പൂരപ്രേമികൾ ഇത്തവണയും എത്തിച്ചേർന്നിരിക്കുന്നു. എന്താണ് ആ രീതിയിൽ നോക്കിക്കണ്ടാൽ? ദിൽജിത്ത്,
ഹലോ പറഞ്ഞോളൂ. ഹലോ എത്രത്തോളം പങ്കാളിത്തമുണ്ട് പൂരപ്രേമികളുടെ ഹലോ പൂരപ്രേമികളുടെ പങ്കാളിത്തം? ഹലോ പൂരം ഉച്ചസ്ഥായിലേക്ക് പോകുന്നു. ഇലഞ്ഞിത്തറ മേളം, പ്രശസ്തമായ മേളം 2 മണിക്ക് തന്നെ ആരംഭിക്കും. അതിൻ്റെ ഒരുക്കങ്ങൾ ഏകദേശം മുന്നോട്ട് പോകുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മട്ടന്നൂരിൽ CPM പ്രവർത്തകർക്ക് നേരെ RSS ആക്രമണം. ആനന്തേരിയിൽ 4 CPM പ്രവർത്തകരെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. ഗുരുതരമായി പരിക്കേറ്റ സുരേഷ് ബാബുവിനെ വിദഗ്ധ ചികിത്സയ്ക്കായി മണിപ്പാൽ ആശുപത്രിയിലേക്ക് മാറ്റി. ഇന്ന് പുലർച്ചെ 2 മണിയോടെയായിരുന്നു ആക്രമണം. വെടിക്കെട്ടപകടത്തിന് ശേഷം പുറ്റിങ്ങൽ ദേവീക്ഷേത്ര നട തുറന്നു. കനത്ത സുരക്ഷാ വലയത്തിലാണ് നട തുറന്നത്. കഴിഞ്ഞ ഞായറാഴ്ചയിലെ മഹാദുരന്തത്തിന്റെ ഓർമ്മകൾ മായും മുമ്പെയാണ് ക്ഷേത്രാചാരത്തിന്റെ ഭാഗമായി നട തുറന്നത്. വിശ്വാസികളുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ തന്ത്രി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി നട തുറക്കുമ്പോൾ ഏവരും ഒരേ മനസ്സോടെ പ്രാർത്ഥിച്ചു. ശുദ്ധികലശത്തിനു ശേഷം നിത്യപൂജകൾ മാത്രമേ തൽക്കാലം ഉണ്ടാവുകയെന്നും തന്ത്രി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി പറഞ്ഞു. ബിംബത്തിന് കേടുപാടുകളില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മുഖത്ത് ഭാവത്ത് വ്യത്യാസമൊന്നുമില്ലായിരുന്നു. കണ്ണിനോ ബിംബത്തിനോ പീഠത്തിനോ അഷ്ടബന്ധത്തിനോ തകരാറുകൾ സംഭവിച്ചിട്ടില്ല. എല്ലാ ഉത്സവകാലത്തും വെടിക്കെട്ടിനു ശേഷം ഒരാഴ്ച കഴിഞ്ഞാണ് നട തുറക്കുന്നത്. എന്നാൽ ഇത്തവണ അത് ദുരന്തത്തിന്റെ വേദനയോടെയാണെന്ന് മാത്രം. ജില്ലാ ഭരണകൂടത്തിന്റെ പ്രതിനിധികളും പോലീസും നട തുറക്കൽ ചടങ്ങിന് സാക്ഷികളായി. നട തുറന്നതോടെ പ്രദേശവാസികളും നാട്ടുകാരും ഈശ്വരവിശ്വാസികളുമൊക്കെ അവരുടെ സ്വസ്ഥ ജീവിതത്തിലേക്ക് മടങ്ങുമെന്ന് പ്രതീക്ഷിക്കാം. പരവൂരിൽ നിന്ന് ക്യാമറാമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം രാജ്കുമാർ. മൂന്നാർ ഭൂമി കയ്യേറ്റ കേസിലെ ഹൈക്കോടതി വിധിക്കെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചു. LDF സർക്കാരിന്റെ കാലത്തെ റിസോർട്ട് ഒഴിപ്പിക്കൽ നിയമവിരുദ്ധമാണെന്ന ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് സർക്കാർ അപ്പീൽ നൽകിയത്. റിസോർട്ടുകൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നും സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ VS സർക്കാരിന്റെ കാലത്ത് മൂന്നാറിലെ Cloud9, അബാദ് ഹോട്ടൽ, മൂന്നാർ വുഡ്സ് എന്നീ റിസോർട്ടുകൾ ഏറ്റെടുക്കുകയും പൊളിച്ചു നീക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രത്യേക ദൗത്യസംഘത്തിന്റെ ഈ നടപടി നിയമവിരുദ്ധമാണെന്നും സർക്കാർ ഏറ്റെടുത്ത ഭൂമി ഉടമസ്ഥർക്ക് തന്നെ തിരികെ നൽകണമെന്നും 2014 കേരള ഹൈക്കോടതി ഉത്തരവിട്ടു. ഇതിനെതിരെ സർക്കാർ നൽകിയ റിവ്യൂ ഹർജിയും പുനഃപരിശോധനാ ഹർജിയും ഹൈക്കോടതി തള്ളി. ഇതിനെ തുടർന്നാണ് VS സർക്കാരിന്റെ നടപടിക്കെതിരെയുള്ള ഹൈക്കോടതി ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. വനസംരക്ഷണ ഭൂസംരക്ഷണ നിയമപ്രകാരമാണ് റിസോർട്ടുകൾ പ്രത്യേക സംഘം ഏറ്റെടുക്കുകയും പൊളിച്ചു നീക്കുകയും ചെയ്തതെന്ന് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച അപ്പീലിൽ സംസ്ഥാന സർക്കാർ വ്യക്തമാക്കി. ഏലം, പാട്ട, കുത്തക ഭൂമിയിൽ ചട്ടം ലംഘിച്ചാണ് റിസോർട്ടുകൾ നിർമ്മിച്ചതെന്നും അപ്പീലിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. വേനലവധിക്ക് ശേഷം സുപ്രീം കോടതി ഈ ഹർജി പരിഗണിക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. രണ്ടാംഘട്ട വോട്ടെടുപ്പിനിടെ പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് നേതൃത്വത്തിൽ വ്യാപക ആക്രമണം. ബിർഭൂം, മാൽഡ ജില്ലകളിൽ ആക്രമണത്തിൽ നിരവധി CPM പ്രവർത്തകർക്ക് പരിക്കേറ്റു. CPMന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകൾ തകർത്തു. 56 മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങൾ M സന്തോഷ് ദില്ലിയിൽ നിന്ന് നൽകും. സന്തോഷ്, ആക്രമണങ്ങൾക്കിടെയും പോളിംഗ് നില എങ്ങനെയാണ്? പ്രജീഷ്, ഉച്ചക്ക് 1 മണി വരെ 54% പോളിംഗാണ് ഈ 56 മണ്ഡലങ്ങളിൽ രേഖപ്പെടുത്തിയത്. ആദ്യഘട്ട വോട്ടെടുപ്പിൽ ഉണ്ടായതുപോലെ വ്യാപകമായ അക്രമ സംഭവങ്ങളാണ് പശ്ചിമ ബംഗാളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. പ്രത്യേകിച്ചും മാൽഡ, ബിർഭൂം ജില്ലകളിലാണ് കൂടുതൽ അക്രമ സംഭവങ്ങൾ അരങ്ങേറിയിട്ടുള്ളത്. മാൽഡ ജില്ലയിൽ CPIMന്റെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകൾ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ തകർത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബിർഭൂമിൽ ഉണ്ടായ അക്രമ സംഭവത്തിൽ നിരവധി CPM പ്രവർത്തകർ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുകയാണ്. CPMന്റെ ബൂത്ത്
ഏജന്റുമാരെ പോലും ഇരിക്കാൻ അനുവദിക്കാത്ത സ്ഥിതിയുണ്ട് എന്നാണ് പശ്ചിമ ബംഗാളിൽ നിന്നുള്ള റിപ്പോർട്ട്. അതോടൊപ്പം തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഇതുമായി ബന്ധപ്പെട്ട നിരവധി പരാതികളും ലഭിച്ചു കഴിഞ്ഞു. നേരത്തെ മുൻ ഘട്ടത്തിലുണ്ടായ അക്രമ സംഭവങ്ങൾ കണക്കിലെടുത്ത് കൂടുതൽ സുരക്ഷാ സേനയെ വിന്യസിച്ചിരുന്നെങ്കിൽ കൂടിയും അക്രമങ്ങൾ തടയാനായില്ല എന്നുള്ളതാണ് ഈ തിരഞ്ഞെടുപ്പിലെ പ്രത്യേകത. ഇന്ന് 56 മണ്ഡലങ്ങളിലേക്കാണ് രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. വടക്കൻ ബംഗാളിലെ പ്രത്യേകിച്ചും തോട്ടം മേഖലയിൽ, തേയിലത്തോട്ടങ്ങൾ ഉൾപ്പെടുന്ന തോട്ടം മേഖലയിലാണ് കൂടുതൽ പോളിംഗ് ബൂത്തുകളുള്ള. ഇതിൽ ആറ് ബൂത്തുകൾ മാവോയിസ്റ്റ് സ്വാധീനമുള്ള മേഖലകളാണ്. ഇവിടെ വൈകുന്നേരം 4 മണി വരെ മാത്രമാണ് വോട്ടെടുപ്പ്. മറ്റു മണ്ഡലങ്ങളിൽ 7 മണി വരെ വോട്ടെടുപ്പ്. സന്തോഷാണ് വിശദാംശങ്ങൾ നൽകിയത്. വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. അക്രമ സംഭവങ്ങൾ പതിവ് പോലെ തൃണമൂൽ അഴിച്ചുവിടുകയും ചെയ്യുന്നു. ഒരേ സമയം മത്സ്യവും പച്ചക്കറിയും കൃഷി ചെയ്യാവുന്ന അക്വാപോണിക്സിന് കേരളത്തിൽ പ്രചാരമേറുന്നു. കൈരളി പീപ്പിൾ ടിവിയുടെ കതിർ അവാർഡ് ജേതാവായ PT ആന്റണിയുടെ അക്വാപോണിക്സ് ഫാം കർഷകർക്ക് മാതൃകയാവുകയാണ്. ഒരേ സമയം മത്സ്യവും പച്ചക്കറിയും കൃഷി ചെയ്യാമെന്നതാണ് അക്വാപോണിക്സിന്റെ പ്രത്യേകത. കാലാവസ്ഥയിലെ മാറ്റങ്ങൾ അക്വാപോണിക്സിനെ സ്വാധീനിക്കില്ല. കൃഷിക്ക് അധികം സ്ഥലവും ആവശ്യമില്ല. കൈരളി പീപ്പിൾ ടിവിയുടെ കതിർ അവാർഡിന് അർഹനായ മാള സ്വദേശി PT ആന്റണി അക്വാപോണിക്സിലൂടെ വൻ നേട്ടം കൊയ്തതാണ് ഇപ്പോൾ ഈ മേഖലയിലേക്ക് കർഷകരെ ആകർഷിക്കുന്നത്. ഈ ഒരു 3/4 സെന്റ് സ്ഥലത്ത് നമ്മളൊരു 2250 മത്സ്യങ്ങളെ ഗിഫ്റ്റ് തിലാപ്പിയുടെ കുഞ്ഞുങ്ങളെ കൊണ്ടൊന്ന് സേവിക്കും. അതിപ്പോൾ നമുക്ക് ഒരു ഒന്നിച്ചില്ലാനും ടൺ ഒരു 1018 കിലോ 1150 കിലോത്തോളം നമുക്ക് വിളവെടുക്കാൻ പറ്റും. നമ്മൾ മീൻ മാത്രം തീറ്റ കൊടുക്കണമെങ്കിലും ഈ വെള്ളത്തിലുള്ള എല്ലാ ന്യൂട്രിയൻസും ചെടിക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അത് ബാക്ടീരിയകളുടെ പ്രവർത്തനപരമായിട്ട് അമോണിയനെ നൈട്രേറ്റ് ആക്കി ചെടി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് നല്ല വളർച്ച കിട്ടുന്നത്. അക്വാപോണിക്സിന്റെ സാധ്യതകൾ വളരെ വലുതാണെങ്കിലും കർഷകർ തുടക്കത്തിൽ വൻതുക ചെലവഴിക്കേണ്ടി വരും. ഇതുകൂടാതെ വൈദ്യുതി ബില്ലും ഉയരും. ഈ സാഹചര്യത്തിൽ സർക്കാർ സബ്സിഡി നൽകണമെന്നാണ് കർഷകരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, തൃശൂർ.